പഞ്ചഭൂതങ്ങളിലൂടെ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്, സംവദിക്കുന്നുണ്ട്. അങ്ങനത്തെ അനുഭവമുണ്ട്. നമ്മുടെ ചുറ്റിനും ഒരു കാറ്റ് കറങ്ങുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അത് ഹാലൂസിനേഷൻ ഒന്നുമല്ല സംഭവിക്കുന്നത്. ആ വീഡിയോയ്ക്ക് താഴെ വന്ന് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഇടയ്ക്ക് ഉത്സവമായിരുന്നു. ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ഈ എഴുന്നള്ളത്ത് വരും. എഴുന്നള്ളത്ത് വന്നിട്ട് പല്ലക്കിലാണ് അവിടെ ദേവത വരുന്നത്. ഈ ഭഗവാൻ ഈ കാണിക്ക അർപ്പിക്കണം എന്നുള്ള വിശ്വാസത്തിൽ വന്നപ്പോൾ ആ അമ്മയുടെ അടുത്ത് ആ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നി. ഈ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഓരോ പൂജയിലും ഓരോ സങ്കല്പങ്ങൾ കൊടുക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇദ്ദേഹം അപ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്. ഇത് നമ്മുടെ സങ്കല്പത്തിന് അവിടെ നിന്ന് റിപ്ലൈ വരുന്നതാണ്. ആ ഫാമിലി കെട്ടിക്കൊടുത്ത മാലയാണ്. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനകത്തെ ഏതെങ്കിലും ഒരു മാലയുടെ ചലനമോ ദീപനാളം എരിയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും ഒരു കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടോ നമുക്ക് അനുഭവപ്പെടും. ഈ ഭഗവാനിലേക്ക് പോകാനുള്ള മീഡിയം ഈ പഞ്ചഭൂതങ്ങളാണ്. തീവണ്ടി എന്താണ്? തീ കൊണ്ട് ഓടുന്ന വണ്ടിയാണ്. കൽക്കരി ആണ് അത് യൂസ് ചെയ്യുന്നതെങ്കിലും പല വാഹനങ്ങളും മെയിൻ എന്താണ് അതിലെ എനർജി എന്ന് പറയുന്നത് അഗ്നിയാണ്. അത് നമ്മുടെ വയറ്റിലുള്ളതും ജഠരാഗ്നിയാണ്. അഗ്നി ഇതാണ്. അതുകൊണ്ടാണ് ഈ അസിഡിക്ക് ഇതായിട്ട് ഇടയ്ക്ക് വയറ് കത്തുന്ന പോലെയൊക്കെ ചിലപ്പോൾ പറയില്ലേ. നമ്മുടെ ശരീരം കംപ്ലീറ്റ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്റ്റഡാണ്. സാർ, ഈ പഞ്ചഭൂതങ്ങൾ നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ളതാണ്. ഈ ഭൂമി മുഴുവൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് പഞ്ചഭൂതങ്ങളാണ്. അല്ലെങ്കിൽ ഭൂമിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജീവന്റെ തുടുപ്പുണ്ടായത് പഞ്ചഭൂതങ്ങളാണ്. നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾക്ക് നമ്മളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയും? നമ്മളിൽ പഞ്ചഭൂതങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പക്ഷേ ഈ പഞ്ചഭൂതങ്ങളിലൂടെ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്, സംവദിക്കുന്നുണ്ട്. അങ്ങനത്തെ അനുഭവമുണ്ട്? അങ്ങനെ അനുഭവമില്ല. ഉണ്ട്, നമ്മൾ മനസ്സിലാകാൻ കാഴ്ചയിട്ടാണ്. ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ശില്പാമാമമായിട്ട് ചെയ്ത ഇതിനകത്താണ് ഞാൻ പറഞ്ഞത്, ഗുരുവായൂർ പോയിട്ട് കൃഷ്ണ എന്നൊന്ന് വിളിക്കുക. അത് ഏത് നടപ്പന്തലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ചുറ്റിനും ഒരു കാറ്റ് കറങ്ങുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അത് ഹാലൂസിനേഷൻ ഒന്നുമല്ല സംഭവിക്കുന്നത്. ആ വീഡിയോയ്ക്ക് താഴെ വന്ന് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഈ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ദൈവം നമ്മുടെ അടുത്ത് നമ്മുടെ വിളി കേട്ടതാണ് എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് ഈ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്കൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്, ഒരു ഫാമിലി ഫ്രണ്ടാണ്, ശ്രീമതി രാഹി ആർ പ്രഭു എന്ന് പറയും. അവർ ടീച്ചറാണ്, ഒരു സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ എറണാകുളത്ത് ഞങ്ങളുടെ TD അമ്പലമുണ്ട്, അറിയാമല്ലോ, മാർക്കറ്റിൻ്റെ അടുത്ത് തിരുമല ദേവസ്വം അമ്പലം, പഞ്ചാബ് ചൂരേശൻ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഇടയ്ക്ക് ഉത്സവമായിരുന്നു. ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ഈ എഴുന്നള്ളത്ത് വരും. എഴുന്നള്ളത്ത് വന്നിട്ട് പല്ലക്കിലാണ് അവിടെ ദേവത വരുന്നത്. ദേവത വരുമ്പോഴത്തേക്ക് അവിടെ ഇത് വിളക്കെല്ലാം വെച്ച് പ്രസാദമൊക്കെ, നമുക്ക് പറ നിറയ്ക്കണ പരിപാടിയില്ല, കാണിക്കയിടലാണ്. കാണിക്കയിടൽ അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും നേദ്യത്തിന് വാങ്ങിച്ച് വയ്ക്കും, വിളക്ക് കത്തിച്ച് വയ്ക്കണം, ആരതിക്കുള്ളത് റെഡിയാക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പല്ലക്കും ഈ നമ്മുടെ വീടിന് മുറ്റത്തോ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസമൊക്കെ എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ ദൂരദേശങ്ങളിലുള്ളവർക്ക് വെക്കാനുള്ള സൗകര്യം ഇത് ചെയ്തു. ഈ ശ്രീമതി രാഹി എന്ന് പറയുന്നവർ അവർ ഈ പച്ചാളം ഭാഗത്ത് അവിടെയും കണ്ടോ താമസിക്കുന്നത്. അപ്പോൾ അവർ വിളിച്ചിരുന്നു, ചേട്ടാ ഇങ്ങനെയുണ്ട് വരണമെന്ന് പറഞ്ഞ് ഞാനും ഫാമിലിയും പോയിരുന്നു. അപ്പോൾ പോയ സമയത്ത് ഈ പല്ലക്ക് അടുത്തേക്ക് വരുന്നത്, ഇവർ അമ്പലത്തിൻ്റെ തെക്ക് വശത്ത് വടക്കോട്ട് നോക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും വെക്കും. അവരാണ് ഈ പല്ലക്കിൻ്റെ രണ്ട് സൈഡിലും പുരോഹിതന്മാർ കാണും, ആരതി നേദിച്ചിട്ട് ആരതി കാണിച്ച് പ്രസാദം തരാനായിട്ട്. അപ്പോൾ ഇത് നിൽക്കുമ്പോഴത്തേക്ക് അവർ അമ്മയെ വാന്ന് പറഞ്ഞ് ഇവർ വിളിച്ചു. അപ്പോൾ ഈ അമ്പലം ചുറ്റും ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്, മേൽക്കൂര പണിതിട്ടുണ്ട്. 2 നില പൊക്കത്തിൽ ചുറ്റും കെട്ടിടമുണ്ട് ഈ അമ്പലത്തിന്, മനസ്സിലായോ? മുമ്പിൽ ഗോപുരമുണ്ട്, പുറകിൽ ഗോപുരമുണ്ട്, 4 വശത്തും 2 നിലയിൽ കെട്ടിടമുണ്ട്, മനസ്സിലായി. അതുകൂടാണ്ട് മുകളിൽ ഇങ്ങനെ ട്രസ് വർക്ക് ചെയ്തിരിക്കുക. മധ്യഭാഗത്തൊരു 3 ആനകൾക്ക് നിൽക്കാവുന്ന വീതിയിൽ സ്പേസ് ഉണ്ട്. അത് ഇത് ചെയ്തിരിക്കുക, ടൈൽസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയുടെ പേര്, അവരുടെ മദർലോയാണ്, അമ്മയുടെ പേര് വസുന്ധര പ്രഭു എന്ന്, 81 വയസ്സുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ കാണുന്നത്, അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ അമ്മ അടുത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു കാറ്റ് കറങ്ങി. അവിടെ ആ അമ്മ വന്നെടുത്ത് കാര്യം, കാറ്റ് വരാനുള്ള അവിടെ ഫാനില്ല, ഒന്നുമില്ല ആ സമയത്ത്. രാത്രിയിലെ 8:45 സമയമാണ്. ആ അമ്മ വരുമ്പോഴത്തേക്ക് അമ്മ വന്ന് അവിടെ നിൽക്കുമ്പോൾ ഒരു കാറ്റൊന്ന് കറങ്ങി. ആ അമ്മയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ പറഞ്ഞ പച്ചാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഓട്ടോറിക്ഷയിലോ എവിടെയെങ്കിലും ഈ ഭഗവാൻ ഈ കാണിക്ക അർപ്പിക്കണം എന്നുള്ള വിശ്വാസത്തിൽ വന്നപ്പോൾ ആ അമ്മയുടെ അടുത്ത് ആ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതേ അനുഭവം എൻ്റെ വൈഫിനുണ്ടായി, ഈ പറഞ്ഞ ശ്രീമതി രാഹിക്കും ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ
കാറ്റ് വന്ന പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു ഈ കാറ്റ് വന്നത് അനുഭവപ്പെട്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ കേട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കാറ്റ് ഗുരുവായൂർ ചെന്ന് ഇത് ചെയ്താൽ വരുമെന്ന് പറഞ്ഞത് ആ വീഡിയോ കേട്ടായിരുന്നു അവർ. അപ്പോൾ പറഞ്ഞു ആ മനസ്സിലായി, അത് തോന്നിയെന്ന് പറഞ്ഞു. കാര്യം നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ഇത് ചെയ്യുമ്പോഴത്തേക്കും ദൈവം നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് എനിക്കുള്ള ഇത് കമ്മ്യൂണിക്കേഷൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊന്നാമളി എന്ന് പറഞ്ഞ പട്ടണക്കാടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ചേർത്തലയ്ക്ക് പോണ വഴി, തൊറൂര് കഴിഞ്ഞ് ചേർത്തല പോണ വഴി പൊന്നാമളി. അവിടെ 2 ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് ഭദ്രകാളിയുണ്ട്, ഒന്ന് ബാലഭദ്രയുണ്ട്. അപ്പോൾ ബാലഭദ്ര ഒരു കുടുംബക്ഷേത്രമാണ്, ഒരു ഷേണായി ഫാമിലിയുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഈ ഭഗവത് സേവ നടക്കും. അപ്പോൾ ഇടയ്ക്ക് അല്ലെങ്കിൽ രാമായണ പാരായണത്തിന് പ്രഭാഷണത്തിന് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ ചിലരെ പ്രതിവിധി ആ അമ്പലത്തിൻ്റെ അകത്ത് ഞങ്ങളുടെ ആൾക്കാരുടെ, അപ്പോൾ ഞങ്ങളുടെ ആൾക്കാർക്ക് കുളിച്ച് ശുദ്ധമായിട്ട് അവിടെ പൂജിക്കുക, ആൺകുട്ടികൾക്ക് ഉപനയനം കഴിഞ്ഞവർക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് ചിലരുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം, ഒന്ന് കുളിച്ച് അതിനകത്ത് പോയിട്ട് ആ ഭഗവത് സേവയിലൊന്നും പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞൊന്നുമില്ല. അപ്പോൾ മിസ്റ്റർ ബാലകൃഷ്ണ ഷേണ, അദ്ദേഹം തൊറൂർ TDയിൽ ലാബ് ഇതായിട്ട് വർക്ക് ചെയ്യുകയാണ്, TD സ്കൂളിൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു പൈമാം ഇരിക്കുന്നോ എന്ന് ചോദിച്ചു ഭഗവത് സേവയ്ക്ക്. ഇപ്പോൾ പുരോഹിതൻ കാണും, അദ്ദേഹം പറഞ്ഞു തരും നമ്മൾ പൂജയ്ക്ക് ഇരിക്കണം. അപ്പോൾ ഏതോ ഒരു വെള്ളിയാഴ്ചയാണ്, ഇരിക്കുന്നോ എന്ന് ചോദിച്ച് വീട്ടിൽ കുളിച്ചിട്ട് ശുദ്ധമായിട്ട് പോയിരിക്കുക. ഞാൻ പറഞ്ഞു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, അദ്ദേഹം ചോദിക്കാൻ. ഞാൻ പറഞ്ഞു ഇരിക്കാമെന്ന് പറഞ്ഞൊരു വെള്ളിയാഴ്ച പോകണം. അപ്പോൾ ഈ പോകുമ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് കുറേ ആവശ്യങ്ങൾ പറയും, അത് ഇതെന്ന് പറഞ്ഞ് കുറേ ആവശ്യങ്ങൾ പറയും. ഈ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഓരോ പൂജയിലും ഓരോ സങ്കല്പങ്ങൾ കൊടുക്കും. ആവശ്യങ്ങൾ അവിടെ പറയും, ഇന്ന ആൾ, ഇന്ന നക്ഷത്രം, കല്യാണം നടക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് ആ സങ്കല്പം ഞാനിങ്ങനെ കൊടുത്തോണം. അപ്പോൾ പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീകാന്ത് ഭട്ട് എന്നാണ്, അദ്ദേഹമാണ് അവിടെ പുരോഹിതൻ ആ ക്ഷേത്രത്തിൽ. അദ്ദേഹം ഒരു സൈഡിലിരുന്ന്, ഇപ്പുറത്തിരുന്ന് ഞാൻ ആ ഡയറ്റിയുടെ റൈറ്റ് സൈഡിലിരുന്നാണ് പൂജ ചെയ്യണത്. ഇദ്ദേഹം ലെഫ്റ്റ് സൈഡിലിരുന്ന് മന്ത്രങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ മാല ഇങ്ങനെ പതുക്കെ താഴോട്ട് വീഴും, മനസ്സിലായോ? അപ്പോൾ ഈ പൂ സാധാരണ വീഴും, ഈ മാല വീഴുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹം പിന്നെ ഇത് കൊളുത്തിയിടും. അത് ഭയങ്കര പവർഫുള്ളുള്ള ദേവിയാണ്. ഈ 2 ഭദ്രകാളിയുടെ എനർജി ഉണ്ട്, ഈ ബാലഭദ്രയുടെ ചേച്ചി അനിയത്തിയാണെന്നാണ് പറയുന്നത്. ആ ഭദ്രകാളി ക്ഷേത്രം വേറെ അവിടുത്തെ ഒരു നാട്ടുകാരുടെയാണ്, ഇത് ഈ കുടുംബത്തിൻ്റെയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇദ്ദേഹം, അപ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്. ഇത് നമ്മുടെ സങ്കല്പത്തിന് അവിടെ നിന്ന് റിപ്ലൈ വരുന്നതാണ്, ഈ മാല ഓരോ ഭാഗം താഴെ വീഴുന്നത്. ഇദ്ദേഹം അതെടുത്ത് പിന്നെയും വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യം, ചിലരുടെ കല്യാണം അങ്ങനെ ഒരു 7-8 പ്രാവശ്യം, ഒരു 3/4 മണിക്കൂറോളം ഉണ്ട് ആ ചടങ്ങ്. അപ്പോൾ അതിൽ പല ആൾക്കാരുടെ ഇത് ചെയ്തത് 7-8 പ്രാവശ്യം ഈ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടി. കമ്മ്യൂണിക്കേഷൻ ഇത് കിട്ടിയിട്ട് ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള അതപ്പോൾ അതിലെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഫാമിലിയുടെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സങ്കല്പവും ഞാനത് ചെയ്ത്, അപ്പോഴാണ് ഒരു മാല ഫുള്ളായിട്ടൊരു കഷ്ണം താഴെ വീണു. ഈ താഴെ വീണിട്ട് അപ്പോൾ നമ്മളിത് ഭഗവത് സേവ ചെയ്യുമല്ലോ, ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാദ്യാർ അത് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുരോഹിതൻ പ്രസാദം നമുക്ക് തരും. ലാസ്റ്റ് ഇതെല്ലാം പൂജയെല്ലാം കഴിഞ്ഞിട്ട് പ്രസാദം നമുക്ക് തരും. അപ്പോൾ ഈ പ്രസാദം തരുമ്പോഴത്തേക്കും പൂക്കളുടെ കഷ്ണമാണ് തരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൂ താഴെ വീണു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു മാലയുടെ കഷ്ണം, അത് ഒരു മുഴം നീളം കാണും ആ മാല, ആരോ കെട്ടിക്കൊണ്ടുവന്നാണ്. ആ മാല താഴെ വീണ കഷ്ണം ഈ പ്രസാദത്തിൻ്റെ കൂടെ എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് ഗ്രൂപ്പുണ്ട്, ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളുടെ ആൾക്കാരുടെ കുറച്ച് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ ഇന്നലെ എനിക്ക് അനുഭവം ഉണ്ടായി, ഇത് ആര് കൊടുത്തതാണെന്ന് അറിയില്ല ഈ മാല, പക്ഷേ ഈ മാല എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പ്രസാദമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ രസകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാല കെട്ടി, ആ മാല എപ്പോൾ താഴെ വീണോ, ഈ മാല ഒരു ഫാമിലിക്ക് വേണ്ടി ഞാനൊരു സങ്കല്പം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ ഫാമിലി കെട്ടിക്കൊടുത്ത മാലയാണ്, അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവരുടെ കാര്യം നടക്കുകയും ചെയ്തു, അവരുദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്തു അതിന് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു മാല കിട്ടിയിട്ടുണ്ട്, ഏതാണെന്നൊന്ന് പറയാം. അപ്പോൾ ഈ ബാലകൃഷ്ണ ഷേണായുടെ ഫാമിലി ഉണ്ട് ആ ഗ്രൂപ്പിൽ, വേറെ കുറച്ച് പേരുണ്ട്, 10-30 പേരുണ്ട്. പറഞ്ഞു പൈമാം അത് ഞങ്ങൾ കെട്ടിക്കൊടുത്ത മാലയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആണ് ആ മാല താഴെ വീണത്, അപ്പോൾ നിങ്ങൾ കൊടുത്തതാണല്ലേ, അങ്ങനെ തന്നെ ദേവി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ചില പവർഫുള്ളായിട്ടുള്ള ഇനി പരീക്ഷിച്ചോളൂ, പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കരുത്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മണിയടി ശബ്ദമോ, ശ്രീകോവിലിനകത്ത് ഫാനൊന്നുമില്ല അറിയാമല്ലോ, ലൈറ്റ് ഇതുപോലും ഇല്ല, ഇലക്ട്രിസിറ്റി പോലും ഇല്ല ശ്രീകോവിലിനകത്ത്, അതിനകത്ത് എപ്പോഴും ചൂടായിരിക്കും. അതിനകത്തെ ഏതെങ്കിലും ഒരു മാലയുടെ ചലനമോ
ദീപനാളം എരിയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും ഒരു കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടോ നമുക്ക് അനുഭവപ്പെടും. ഇത് പഞ്ചഭൂതങ്ങളുടെ എഫക്റ്റാണ്. ഇപ്പോൾ മണിയടിക്കുന്ന ആകാശതത്വമാണ്, ശംഖൂതുന്നത് വായുതത്വമാണ്, കലശത്തിൽ വെള്ളം വയ്ക്കുന്നത് ജലതത്വമാണ്, മറ്റേ വിളക്ക് കൊളുത്തുന്നത് അഗ്നിതത്വമാണ്, പിന്നെ ഈ ഇടയ്ക്ക് താഴത്തിങ്ങനെ വെള്ളം തളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഭൂമിതത്വമാണ്. ഇപ്പോൾ വെള്ളം താഴത്ത് ഇങ്ങനെ പ്രോഷണം ചെയ്യും, ജലം പ്രോഷണം ചെയ്യില്ലേ ഇങ്ങനെ ഇത് വെച്ചിട്ട്, അത് ഭൂമിതത്വമാണ്. ഈ പഞ്ചതത്വങ്ങൾ വെച്ചുകൊണ്ടാണ് ഭഗവാനെ പൂജിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ മീഡിയം, ഈ ഭഗവാനിലേക്ക് പോകാനുള്ള മീഡിയം ഈ പഞ്ചഭൂതങ്ങളാണ്. ഇപ്പൊ ക്ഷേത്രത്തിലാണെങ്കിൽ പോലും ജലഗന്ധ പുഷ്പ ധൂപ ദീപം അങ്ങനെയല്ലേ ഗന്ധ അത് ഇതൊക്കെ ഇത് വരും, ഭൂമിതത്വത്തിൽ വരും. ഈ ഇപ്പോൾ നമ്മൾ മോതിരവിരൽ ഉണ്ടല്ലോ, ഈ മോതിരവിരൽ ഭൂമി തത്വമാണ്. അതാണ് ഇതിൽ നമ്മൾ ഈ ലോഹങ്ങൾ കിട്ടുന്നത് ഭൂമിയിൽ നിന്നല്ലേ, അതാണ് ഈ മോതിരവിരൽ ഭൂമി തത്വം. പവിത്രം ഇടുന്നത് ഇതാണ്. അപ്പോൾ ഈ ഗന്ധം, ധൂപം, ദീപം എന്നൊക്കെ പറയുന്നത് അഗ്നിതത്വം വരും, ജലം ജലതത്വം വരും, ഗന്ധം ഭൂമിതത്വം വരും, മനസ്സിലായേ? പിന്നെ ചില മണമുള്ളത് വായുതത്വം വരും, ആകാശതത്വം വരും, ഈ സൗണ്ട് ആകാശതത്വം വരും, മനസ്സിലായേ? ഈ പഞ്ചഭൂത തത്വം വെച്ചിട്ടാണ് പൂജകൾ നടക്കുന്നത്. അതാണ് ഈ പഞ്ചഭൂതങ്ങൾക്കും എനർജി ഉണ്ട്, അതറിയാവോ? എങ്ങനെയാണ്? സോളാർ ആകാശതത്വത്തിലെ എനർജി അല്ലേ? ആണോ? മൂലമറ്റം എനർജി, കാറ്റ് എനർജി, ഭൂമിയിലെ കൽക്കരി, ഭൂമിയിൽ നിന്നുള്ള എനർജിയാണ്. പണ്ടത്തെ കൽക്കരി അഗ്നി തീ കൊണ്ട് ഓടി, തീവണ്ടി എന്താണ്? തീ കൊണ്ട് ഓടുന്ന വണ്ടിയാണ്. കൽക്കരി ആണ് അത് യൂസ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ പല വാഹനങ്ങളും മെയിൻ എന്താണ് അതിലെ എനർജി എന്ന് പറയുന്നത് അഗ്നിയാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതും കത്തിക്കാനെടുക്കാം അല്ലേ? അഗ്നിയാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ള്. പഞ്ചഭൂതങ്ങളിലെ എനർജി അഗ്നിയാണ്. എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന എനർജി അഗ്നിയാണ്. ഇപ്പം നമ്മുടെ ജഠരാഗ്നി എന്ന് പറയും, വയറ്റിലുള്ള ഇതിന് പറയുന്ന ജഠരാഗ്നിയാണ്. അതാണ് നമ്മൾ കഴിക്കുമ്പോൾ സ്വാഹ എന്ന് പറഞ്ഞ് കഴിക്കണതിൻ്റെ കാര്യം അതാ. ഇത് ചെയ്യുമ്പോഴും സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ പൂജ ചെയ്യുമ്പോൾ നമ എന്ന് പറയുന്നതും അഗ്നിയിലേക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ? അത് നമ്മുടെ വയറ്റിലുള്ളതും ജഠരാഗ്നിയാണ്, അഗ്നി ഇതാണ്. അതുകൊണ്ടാണ് ഈ അസിഡിക്ക് ഇതായിട്ട് ഇടയ്ക്ക് വയറ് കത്തുന്ന പോലെയൊക്കെ ചിലപ്പോൾ പറയില്ലേ, എന്തോ കരിയുന്ന സ്മെല്ലുണ്ട്, കുടൽ കരിഞ്ഞാണെന്നൊന്നും വിശന്നിട്ടെന്ന് നമ്മൾ തമാശയ്ക്ക് പറയില്ലേ. ജഠരാഗ്നിയാണ്, നമ്മുടെ വയറ്റിൽ ജഠരാഗ്നിയാണ്. അതാണ് ആ പഞ്ചഭൂതങ്ങളുടെ എഫക്റ്റ് വരുന്നത്. നമ്മുടെ ശരീരത്തിലും അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളുണ്ട്. നമ്മുടെ ശരീരം കംപ്ലീറ്റ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്റ്റഡാണ്. ഈ 5 ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് കഴുത്തിന് മുകളിലാണ് അല്ലേ? കാണുന്നത് കഴുത്തിന് മുകളിലാണ്, മൂക്ക് മണക്കുന്നത്, കേൾക്കുന്നത്, സംസാരിക്കുന്നത്. ബാക്കി സ്പർശനമാണ് കഴുത്തിന് താഴോട്ടുള്ള ഇതുള്ളത്. ബാക്കി കംപ്ലീറ്റ് ബാക്കി 4 ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങളെന്നും പറയാം, ഈ കഴുത്തിൻ്റെ അവിടെയാണുള്ളത്. അതിൻ്റെ കേന്ദ്രത്തിലാണ് ഈ ആജ്ഞാചക്രം. ഈ ആജ്ഞാചക്രയിലൂടെയാണ് ഇൻഡ്യൂഷൻ കിട്ടുന്നത്. ഇൻഡ്യൂഷൻ കിട്ടുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അത് സ്മെല്ലായിട്ട് കിട്ടും, സൗണ്ടായിട്ട് കിട്ടും, ചില കാഴ്ചകളായിട്ട് കിട്ടും, മനസ്സിലായി? ചില ഈ വൈഷ്ണവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ വൈഷ്ണവിക്ക് ചില കാഴ്ചകൾ ഇങ്ങനെ നോക്കും വൈഷ്ണവി, മനസ്സിലായി? അപ്പോൾ ആ കുട്ടിയുടെ അനിയത്തി തന്നെ പറയും, ചേച്ചി ഇങ്ങനെ നോക്കണ കണ്ടാൽ പേടിയാവും എന്ന് പറയും, ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന് പറയും. കാര്യം കാണുന്ന കാഴ്ച വേറെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, അമ്മാവ ഇത്, ഞാൻ പറഞ്ഞ് മോളെ അത് പറഞ്ഞു തരാൻ പറ്റും എനിക്ക്, പക്ഷേ മോളപ്പോൾ വേറൊരു ലെവലിലേക്ക് അത് ആകും, അതുകൊണ്ട് അമ്മാവൻ പറഞ്ഞു തരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. ആ ഒരു പോംവഴി ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി വേറൊരു തലമാകും. അതും പഞ്ചേന്ദ്രിയങ്ങളും ഈ പഞ്ചഭൂതങ്ങളുമായിട്ട്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്റ്റഡാണ്. ഓരോന്നും ഏറ്റക്കുറച്ചിലുകളുണ്ട്.